അഗ്നിപരീക്ഷയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതായത് ഇന്നലെ അർദ്ധരാത്രിയിൽ വന്ന എപ്പിസോഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന എപ്പിസോഡ്. ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് പറയുമ്പോൾ അതിലൊരു ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ജഡ്ജസ് ഷോയിൽ നിന്ന് അവസാന നിമിഷം ഇറങ്ങിപ്പോകുന്നതാണ്. ജഡ്ജസ് എന്തിനാണ് ഇറങ്ങിപ്പോയത്? നേരത്തെ പ്രൊമോയിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു ഇവർ ഇറങ്ങിപ്പോകുന്നതായിട്ട്. പക്ഷെ എന്തിനായിരിക്കാം ഇറങ്ങിപ്പോയത്? വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിനകത്ത് നിറങ്ങൾ തിരിച്ചറിഞ്ഞ് വേണം ആ ടാസ്ക് കളിക്കാൻ. കുറെ കളങ്ങളിൽ കുറെ നിറങ്ങൾ വരച്ചിട്ടുണ്ടാവും. ഇവരുടെയൊക്കെ തലയ്ക്ക് പുറകിലായിട്ട് ഓരോ നിറങ്ങളും വെച്ചിട്ടുണ്ടാവും. ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് എക്സാക്ട് നിറത്തിൽ പോയി നിൽക്കണം. ഏതാണോ തങ്ങളുടെ തലയുടെ പുറകിലുള്ള നിറം, ആ നിറത്തിൽ പോയിട്ട് ആ കളത്തിൽ പോയി നിൽക്കുക എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞ ടാസ്ക്. സോ ഈ ഒരു ടാസ്കിനകത്ത് മറ്റൊരാളുടെ സപ്പോർട്ടോട് കൂടി മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നതൊരു വസ്തുതയാണ്. നമുക്കല്ലെങ്കിൽ ഗസ് അടിച്ച് പോയി നിൽക്കേണ്ടി വരും. സോ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരൊക്കെ വേണം. ടാസ്കിനകത്ത് അങ്ങനെ ഒരു ഹിന്റും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വേണമെങ്കിൽ വിശ്വസ്തനായിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളത്. അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് കളിച്ച രണ്ടുപേരാണ് ഷാമോനും ഷിജുലാലും. അവസാന റൗണ്ട് എത്തുമ്പോൾ ഇവർ രണ്ടുപേരും മാത്രമാകുന്നു. ഇവർ രണ്ടുപേരും മാത്രമാവുന്ന സമയത്ത് സ്വാഭാവികമായ രീതിയിൽ ജഡ്ജസ് പ്രതീക്ഷിക്കുന്നത് ഇവർ തങ്ങളിൽ ഗെയിം കളിക്കും എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈനൽ വരെ എത്തുന്നല്ലോ. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുമെന്ന് പ്രതീക്ഷിച്ച ജഡ്ജസിനെ തെറ്റിച്ചുകൊണ്ട് ഇവർ വീണ്ടും ഈ സപ്പോർട്ട് തുടരുകയാണ്. എന്ന് വെച്ചാൽ ഷിജുലാലിന്റെ പുറകിലെ കളർ ഏതാണെന്ന് ഷാമോനും, ഷാമോന്റെ പുറകിലെ കളർ ഏതാണെന്ന് ഷിജുലാലും പറഞ്ഞു കൊടുക്കുന്നു. ഓരോ റൗണ്ടിലും ഇത് പരസ്പരം പറഞ്ഞു കൊടുക്കുന്ന കാരണം ഇവർ രണ്ടുപേരും കൃത്യമായ കളങ്ങളിൽ തന്നെ പോയി നിൽക്കുന്നു. ഒരാൾക്ക് ജയിക്കാൻ കഴിയുന്നില്ല. സോ ഇവര് കണക്കൂട്ടുന്നത് രണ്ടുപേരും ജയിക്കും എന്നതായിരുന്നു. പക്ഷേ ഒരാളെ ജയിപ്പിക്കാനായിരുന്നു ജഡ്ജസ് ഒരുപക്ഷെ ശ്രമിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അവർക്ക് അറിയണമായിരുന്നിരിക്കണം ആരായിരിക്കും ജയിക്കുക എന്നുള്ളത്. എത്ര ശ്രമിച്ചിട്ടും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാൻ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ ഗെയിം കളിച്ചു എന്ന് പറയുന്നതാവും ശരി. ജഡ്ജസിന് വേണ്ടിയിരുന്നത് മത്സര ബുദ്ധിയോടെ കളിക്കുന്ന രണ്ടുപേരെ ആയിരുന്നു. ഇവര് അവസാന റൗണ്ടിലെങ്കിലും പരസ്പരം ഗെയിം കളിക്കുമെന്ന് ജഡ്ജസ് പ്രതീക്ഷിച്ചു. പിന്നീട് അവിടെ വലിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങൾക്ക് തുടക്കമാവുകയാണ്. ജഡ്ജസ് കളി നിർത്തിവെക്കുന്നു. ഇത് നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട് രഞ്ജിനി വളരെ പരുഷമായിട്ട് പൊട്ടിത്തെറിക്കുന്നു. അഖിൽ മാരാർ വളരെ ഗൗരവത്തോടെ തന്നെ ഈ വിഷയം ഏറ്റെടുക്കുന്നു. അഖിൽ ചോദിക്കുന്നത് ഇത് ബിഗ് ബോസ് അല്ല, ഇത് അഗ്നി പരീക്ഷയാണ്. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ള ഒരു അഭിപ്രായം. കാരണം ഇതിനകത്ത് ഒരു വശം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ജഡ്ജസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓഡീഷൻ നടത്തുന്ന ജഡ്ജസ് ആണ്. അഖിൽ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് അതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ ഗ്രൂപ്പിസം ഒക്കെ ബിഗ് ബോസിനകത്ത് കളിക്കില്ലേ എന്ന് ചോദിച്ചാൽ കളിക്കും. ഈ ഗ്രൂപ്പിസം കളിച്ച് ജയിച്ച ആളാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ ഒരു ഒന്നാന്തരം ബിഗ് ബോസിലെ ഗ്രൂപ്പിസം കളിച്ച് ജയിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് സീസണിലെ സാബുവിനെ പോലെ അപൂർവമായിട്ട് മാത്രമാണ് ബിഗ് ബോസിൽ ഗ്രൂപ്പിസം കളിച്ചാൽ സപ്പോർട്ട് കിട്ടുക. കാരണം ഓഡിയൻസിന് അതൊരു നല്ല പോസിറ്റീവ് ഗ്രൂപ്പായിട്ട് തോന്നണം. അതത്ര എളുപ്പവുമല്ല. ഇപ്പോൾ സീസൺ 3 നമ്മുടെ കിടിലൻ ഫിറോസ് ഗ്രൂപ്പിസം കളിക്കാൻ നോക്കി, പക്ഷെ പാളിപ്പോയി. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന് ആ ഒരു ഓഡിയൻസ് സപ്പോർട്ട് കിട്ടിയില്ല. അങ്ങനെ പല സീസണുകളിലും പലരും ഗ്രൂപ്പ് കളിക്കാൻ നോക്കി പൊളിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അത് വിജയകരമായി പൂർത്തിയാക്കിയത് 2 സീസണിലാണ്. ഒന്ന് സീസൺ 5ഉം ഒന്ന് സീസൺ 1ഉം. സോ സീസൺ 5 ഗ്രൂപ്പ് കളിച്ച് ജയിച്ച അഖിൽ തന്നെ അവിടെ വന്നിരുന്ന് ഗ്രൂപ്പിസത്തിനെ കുറിച്ച് പറയാൻ അഖിലിന് എന്ത് യോഗ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ ചിലർക്കെങ്കിലും ചിന്തിക്കാം. പക്ഷെ അതിനകത്തൊരു പോയിന്റ്, ഇവിടെ അഖിൽ മാരാർ വന്നിരിക്കുന്നത് ജഡ്ജായിട്ടാണ്, ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് അല്ല. ഒന്നത്. 2, അഖിൽ മാരാർ പറഞ്ഞൊരു പോയിന്റ് വളരെ ക്ലിയർ ആണ്. കാരണം ഇത് ബിഗ് ബോസ് അല്ല. ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ബിഗ് ബോസിൽ കടക്കാനുള്ള യോഗ്യത നേടുന്ന ഒരു യോഗ്യതാ പരീക്ഷയാണ്. യോഗ്യതാ പരീക്ഷയുടെ മാനദണ്ഡങ്ങൾ ബിഗ് ബോസിലെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ബിഗ് ബോസിനകത്ത് കയറി കഴിയുമ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജീസ് നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാം. പക്ഷെ ഇവിടെ അഗ്നി പരീക്ഷയ്ക്കകത്ത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരാൾക്കായിരിക്കും ചിലപ്പോൾ ബിഗ് ബോസിനകത്തേക്ക് പോകാൻ പറ്റുക. ചിലപ്പോൾ 5 പേര് പോവായിരിക്കും, ചിലപ്പോൾ 2 പേര് പോവായിരിക്കും. സോ ഇവിടെ ഓരോരുത്തരും വന്നിരിക്കുന്നത് ഒരു ഓഡിഷനിൽ പങ്കെടുക്കാനാണ്. സോ ഇവിടെ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തൊക്കെ നിന്നാലും അവസാന റൗണ്ടിൽ നമ്മൾ നമ്മുടെ കളി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ജഡ്ജസ് ചൂണ്ടിക്കാണിച്ച കാര്യം ഗൗരവമുള്ളതാണ്. ഷാമോനും ഷിജുലാലും പരസ്പരം സപ്പോർട്ട് ചെയ്ത് കളിച്ചതുകൊണ്ട് ചിലപ്പോൾ അവസാന നിമിഷം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഞാൻ അതിന് അവരെ തീർത്തും തെറ്റു പറയുന്നൊന്നുമില്ല. മനുഷ്യ സഹജമായ ചില ഇമോഷൻസ് ഉണ്ട്. എത്രയൊക്കെ മത്സര ബുദ്ധിയുണ്ട്, എത്രയൊക്കെ ഗെയിം ആണെന്ന് പറഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ മനുഷ്യർ അതിനു മുകളിൽ ബന്ധങ്ങൾക്ക് വില കൊടുക്കാം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഷാമോനും ഷിജുലാലും തമ്മിൽ
വളരെ ഊഷ്മളമായ ഒരു ബന്ധം അല്ലെങ്കിൽ സൗഹൃദം ഉടലെടുത്തോ എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തതാണ് ജഡ്ജസിനെ പ്രകോപിപ്പിച്ചതും അവർ ഇറങ്ങിപ്പോയതും. എനിക്ക് ഇതിനകത്ത് ഒരു തമാശയായി തോന്നിയത് ജഡ്ജസ് ഇറങ്ങിപ്പോയത് കണ്ടപ്പോൾ മാത്രമാണ്. ജഡ്ജസ് പറഞ്ഞതെല്ലാം വാലിഡ് പോയിന്റ് ആണ്. അല്ല, പക്ഷെ ഇവരെന്തിനാണ് ഇറങ്ങിപ്പോയത്? അതായത് ഇവര് ജഡ്ജസ് ആണ്, ഇവരാണ് ഓഡിഷൻ നടത്തുന്നത്, ഇവരുടെ പ്ലാറ്റ്ഫോം, അവിടേക്ക് ഗെയിം കളിക്കാൻ കുറച്ച് ആളുകൾ വരുന്നു. അവരവിടെ എന്തെങ്കിലും തരത്തിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുകയോ ഗെയിമിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റമോ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളോ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ, എന്നാ പിന്നെ ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് ജഡ്ജസ് ഇറങ്ങി പോവാണോ വേണ്ടത്, ഇവരെ പിടിച്ച് പുറത്താക്കുകയാണോ വേണ്ടത്? ജഡ്ജസിന് അവർക്കെതിരെ സ്പോട്ടിൽ ആക്ഷൻ എടുക്കാനുള്ള പവർ ഉണ്ടായിരിക്കെ ജഡ്ജസ് എന്തിനിറങ്ങിപ്പോയി എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആദ്യം രഞ്ജിനി പോകുന്നു, പിന്നാലെ അഖിലും അതുപോലെ തന്നെ റിയാസും പോകുന്നു. ചിലപ്പോൾ ചായ കുടിക്കാൻ പോയതായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിന് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതായിരിക്കാം. പക്ഷെ ആ ഇറങ്ങിപ്പോയതിനകത്ത് ഒരു 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 ഭയങ്കരമായ ഒരു ത്രില്ലിംഗ് സാധനം ഇല്ല. കാരണം ഇവരവിടെ അൾട്ടിമേറ്റ് പവറാണ്. ജഡ്ജസിന്റെ തീരുമാനങ്ങളെ എതിർക്കുന്ന ഒരാൾക്കെതിരെ നടപടി എടുക്കാനുള്ള എല്ലാ റൈറ്റ്സും ജഡ്ജസിന്റെ കയ്യിലിരിക്കുമ്പോൾ എന്നാ പിന്നെ ഞങ്ങളില്ലേ, ഞങ്ങൾ പോയി തരാം, നിങ്ങൾ എന്താ ചായ്ക്കുമെന്ന് പറയേണ്ട കാര്യം അവിടെ ഇല്ല ജഡ്ജിന്. ആ കാര്യത്തിൽ മാത്രമേ വിയോജിപ്പുള്ളൂ. പക്ഷേ ജഡ്ജസ് പോയിന്റ് ഔട്ട് ചെയ്ത കാര്യം വളരെ ക്ലിയർ ആണ്. കാരണം ഇതൊരു ഓഡീഷനാണ്. ഇവിടെ ജഡ്ജസിൻ്റെതാണ് അന്തിമ തീരുമാനം. ശരിയാണ്, ഇപ്പോൾ പ്രേക്ഷകരുടെ വോട്ടിംഗ് കൂടി ഉണ്ട് പരിഗണനയിൽ. എന്നിരുന്നാലും ജഡ്ജസിന് ഇവിടെ വലിയൊരു റോൾ ഉണ്ട്. കാരണം ബിഗ് ബോസ് ആണ് ഇതിനകത്ത് കണ്ടസ്റ്റൻസിനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവരോട് വന്നിരിക്കുന്നത്. നിങ്ങൾ ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേ തന്നെ സൗഹൃദങ്ങൾ ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. ബിഗ് ബോസിനകത്ത് എല്ലാ സീസണിലും ഈ ഗ്രൂപ്പിസം ജയിക്കില്ല. അതൊരു ലക്ക് കൂടിയാണ്. അതും കൂടി മനസ്സിലാക്കണം. ഈ ഗ്രൂപ്പുകളെ ഓഡിയൻസ് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വില്ലന്മാരും അത്രയും സ്ട്രോങ് ആവണം. അപ്പോൾ മാത്രമേ ഗ്രൂപ്പുകളെയും പ്രേക്ഷകർ ഇഷ്ടപ്പെടുള്ളൂ. അല്ലാതെ ചിലപ്പോൾ ഗ്രൂപ്പുകളെ ഇഷ്ടപ്പെടണം എന്നില്ല. ആ ഗ്രൂപ്പിന് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു വൈബ് ഉണ്ടാവണം. അതൊക്കെ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നാച്ചുറലായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പൊ അഖിൽ മാരാറ് ഗ്രൂപ്പിസം കളിച്ച സമയത്ത് അതിലൊരു ഭംഗി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ ഗ്രൂപ്പ് ടാസ്കുകളിലാണ് കൂടുതലും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനപ്പുറം അന്യായമായിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്ത് 10 പേര് ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ഗ്രൂപ്പ് ആയിരുന്നില്ല അത്. അവിടെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അഖിൽ മാരാറിന്റെ ഫൈറ്റ് അഖിൽ മാരാർ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്. അല്ലാതെ 10 പേര് ഒന്നിച്ചു പോയിട്ട് ഒരാൾക്കെതിരെ ഫൈറ്റ് ചെയ്തില്ല. അവിടെ ടാസ്കുകളിൽ അവർ ആ ഗ്രൂപ്പിസം ഉപയോഗിച്ചിരിക്കാം. ടാസ്കിനെ അത് കൂടുതൽ ഭംഗിയാക്കുകയാണ് അഖിലിന്റെ സീസണിൽ ചെയ്തത് എന്നതാണ് മറ്റൊരു വസ്തുത. അപ്പൊ അത് കണ്ടും കൊണ്ട് ജഡ്ജ് പണ്ട് ഈ ഗ്രൂപ്പിസം കളിച്ച ആളല്ലേ, അതുകൊണ്ട് ഞങ്ങളും ഇവിടെ കളിക്കും, അതിൽ എന്താ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓഡീഷന് വന്നിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ജഡ്ജസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് പോയിട്ട് കമ്പനിയുടെ മുതലാളിമാരെ തന്നെ ചോദ്യം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇറങ്ങിപ്പോടാ എന്നല്ലേ അവർ പറയൂ. ശരിക്കും അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒരു ഓഡീഷനാണ്. ബിഗ് ബോസിനകത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ, എന്നാലും ബിഗ് ബോസിന് പല അധികാരങ്ങളും ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഡിയൻസിന് സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന് ഇഷ്ടമില്ലാത്തവർ പോലും ചിലപ്പോൾ അവിടെ തുടരും. കാരണം ഓഡിയൻസ് ആണ് ബിഗ് ബോസിനകത്ത് അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നാലും ബിഗ് ബോസിന് ചില പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് പല രീതിയിലുള്ള ഗെയിം കളിക്കാം. പല ചലഞ്ചസും കണ്ടസ്റ്റൻസിന്റെ മുന്നിൽ കൊണ്ടിട്ട് കൊടുക്കാം. അതിനെയൊക്കെ അതിജീവിക്കുകയൊക്കെ വേണം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഭവത്തിനകത്ത് ഷാമോനും അതുപോലെ ഷിജുലാലും അവസാന റൗണ്ടിൽ കാണിച്ചത് ഒരല്പം അതിര് കടന്ന പ്രകടനമായി പോയി എന്നതിൽ തർക്കമില്ല. ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ചിലപ്പോൾ അവർക്കിടയിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാം. ഇത്രയും നേരം ഒന്നിച്ച് നിന്നിട്ട് ഒരാൾ മാത്രമായിട്ട് മറ്റൊരാളെ ചതിക്കുന്നത് എങ്ങനെ ശരിയാകും എന്ന ഒരു കാഴ്ചപ്പാടൊക്കെ കൊണ്ടായിരിക്കാം, അങ്ങനെ കടന്ന് ചിന്തിച്ചത് കൊണ്ടാവാം. അങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചിന്തിക്കും, അങ്ങനെയുള്ളവരും ഉണ്ട്. ഇനി ഓഡിയൻസ് എന്ത് ചിന്തിക്കുമെന്ന് കരുതിയിട്ട് നന്മമരം കളിക്കാൻ ശ്രമിച്ചതൊക്കെ ആവാം. ഇത്തരം സാധ്യതകളെല്ലാം അവിടെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അവിടെ ജഡ്ജസിന് വേണ്ടിയിരുന്നത് ഒരു ഫൈനൽ വിന്നറെ ആയിരുന്നു, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ഗെയിം ആയിരുന്നു അവർ എക്സ്പെക്ട് ചെയ്തത്. അത് കിട്ടാതെ വന്നപ്പോൾ ജഡ്ജസിന് ദേഷ്യം വന്നു. അവര് ഇറങ്ങിപ്പോയത് ഒരു പക്ഷേ ഇവരെ ഒന്ന് വരട്ടാൻ വേണ്ടി ഇറങ്ങിപ്പോയതാകാം. അല്ലെങ്കിൽ ഇപ്പോൾ അവർ വിചാരിച്ച ഇവരോടങ്ങ് ഇറങ്ങാൻ പറഞ്ഞാൽ പോരെ, അങ്ങോട്ട് മാറ് എന്ന് പറഞ്ഞാൽ തീർന്നു കളി. അത്രേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും ജയിച്ചില്ല എന്ന് പറഞ്ഞാലും പരിപാടി അവിടെ കഴിഞ്ഞു. ജഡ്ജസ് ഇറങ്ങിപ്പോയത് ഒരു പക്ഷേ ഒരു ത്രില്ലിന് വേണ്ടി ഇറങ്ങിപ്പോയതാവാം. ഷോ ഒന്നുകൂടെ കൊഴുപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയായിരിക്കാം. പണ്ട് ലാലേട്ടൻ പറഞ്ഞ പോലെ ലൈൻ കട്ട് എന്ന് പറഞ്ഞ ഒരു സാധനം. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് തരക്കേടില്ലാത്തൊരു എപ്പിസോഡായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു. അഗ്നി പരീക്ഷയിൽ ഈ ഇതുവരെ നടന്നതിൽ വെച്ചൊരു കൊള്ളാവുന്നൊരു എപ്പിസോഡ് തന്നെയായിരുന്നു. അതിൽ ഷാമോൻ ജഡ്ജസിനെ ചെറിയ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. രഞ്ജിനിക്ക് അത് ഒട്ടും പിടിച്ചിട്ടില്ല. ഇത്ര അഹങ്കാരമൊക്കെ വേണോ എന്ന് രഞ്ജിനിയും ചോദിക്കുന്നുണ്ട്. ഇതിൽ 2 പെർസ്പെക്റ്റീവ് ഉണ്ട്. ജഡ്ജസിനെ റെസ്പെക്ട് ചെയ്ത് നിൽക്കണം എന്ന് ജഡ്ജസിന് ആഗ്രഹിക്കാം. അറ്റ് ദ സെയിം ടൈം തന്നെ
എല്ലാവർക്കും സെൽഫ് റെസ്പെക്റ്റും ഉണ്ട്. രഞ്ജിനിക്ക് മാത്രമല്ല. തിരുവായ്ക്ക് എതിർവാ ഇല്ല എന്ന് പറയുന്ന രാജഭരണ കാലമൊന്നും അല്ലല്ലോ ഇത്. ചിലപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി ശബ്ദം ഉയർത്തും. അതാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തങ്ങളുടെ നിലപാടുകൾ പറയണ്ടേ അവര്? ഈ 3 ജഡ്ജസിന്റെ മുന്നിൽ അവർ പേടിച്ച് നിന്നുപോയാൽ ബിഗ് ബോസിനകത്ത് പോയിട്ട് പിന്നെ അവർ എന്ത് തേങ്ങ ചെയ്യാനാണ്? അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് അവർ ശബ്ദം ഉയർത്തുമ്പോൾ അതിനെ അഹങ്കാരമായിട്ട് കാണേണ്ടതുണ്ടോ എന്നത് മറ്റൊരു ചോദ്യം. രഞ്ജിനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ചോദ്യം ചെയ്യാനായോടാ നീ എന്നുള്ള തരത്തിലൊക്കെ രഞ്ജിനിക്ക് ഇത്തിരി അങ്ങോട്ട് പൊളിഞ്ഞിട്ടുണ്ട്, പ്രൊവോക്ക് ആയിട്ടുണ്ട്. സോ ഷാമോനെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പുള്ളിയുടെ കാര്യം പറയാൻ ഇവിടെ ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 രീതിയിൽ കാണാം. ഷാമോൻ അവർ പറയുന്നതൊക്കെ പഞ്ചപുച്ഛം അടച്ച് കേട്ട് നിന്നേ പറ്റൂ. കാരണം അവിടെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഓഡീഷനിൽ പോയതാണ്, അവിടെ പോയിട്ട് അവരുടെ അടുത്ത് ചൊറിയാൻ നിൽക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നതും ഒരു വ്യൂ പോയിന്റിൽ ശരിയാണ്. അതേസമയം തന്നെ എവിടെയായാലും നമ്മുടെ നിലപാടുകൾ പറയാൻ നമ്മൾ ആരെയും ഭയക്കേണ്ടതില്ല എന്നൊരു പെർസ്പെക്റ്റീവ് അതിനകത്തുണ്ട്. സോ അത് ആൾക്കാരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ആ ഒരു സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. എന്തായാലും ഷാമോൻ പുള്ളിയുടെ കാര്യം പറയാൻ ശ്രമിച്ചു. അതൊരു അഹങ്കാരം എന്ന നിലയ്ക്കാണ് രഞ്ജിനിക്ക് തോന്നിയത്. രഞ്ജിനി അവിടെ പ്രൊവോക്ക് ആവുന്നുണ്ട്. സോ അതൊക്കെയാണ് ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ പ്രധാനമായി നടന്ന കാര്യങ്ങൾ. ഇന്ന് അതിന്റെ തുടർച്ചയാണ്. അതൊരു എൻഡ് ഇല്ലാതെയാണ് എപ്പിസോഡ് തീരുന്നത്. സോ നമുക്ക് നോക്കാം ഇന്നിനിയിപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.